വിഴിഞ്ഞം തുറമുഖം സമയബന്ധിതമായി കമ്മീഷൻ ചെയ്യുമെന്ന് പുതിയ തുറമുഖ മന്ത്രി വി.എൻ. വാസവൻ. ഫണ്ടിന്റെ പ്രശ്നമുണ്ടായാൽ സഹകരണ വകുപ്പിൽ നിന്ന് തുക ഉറപ്പാക്കും. വകുപ്പ് മാറ്റം അപ്രതീക്ഷിതമായിരുന്നെന്നും മന്ത്രി മീഡിയ വണിനോട് പ്രതികരിച്ചു. സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടി ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്റർ, എങ്ങനെ തോന്നുന്നു ഈ പുതിയൊരു വകുപ്പ് കൂടി കിട്ടിയപ്പോൾ? എല്ലാ വകുപ്പും പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഒരു വകുപ്പിനും പ്രാധാന്യം കുറച്ച് കാണുന്നില്ല. പിന്നെ ഇപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കോവിൽ വളരെ നന്നായി ഭംഗിയായി ഫലപ്രദമായിട്ടാണ് വകുപ്പ് കൈകാര്യം ചെയ്തു വന്നിരുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ദൗത്യമാണ് എന്നിൽ അർപ്പിതമായി വരുന്നത്. സ്വാഭാവികമായി അത് കൃത്യമായി സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രയോഗത്തിൽ വരുത്താൻ പരിശ്രമിക്കും. അത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് നിൽക്കുന്നത്. തുടർന്ന് സമയബന്ധിതമായി പോർട്ട് കമ്മീഷൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലേക്ക് വരണം. പുലിമുട്ട് ഇനിയും തീരാനുണ്ട്. ആ തീരാനുള്ള പുലിമുട്ടുകൾ എത്രയും വേഗം തീർത്ത് സമയബന്ധിതമായി അത് കമ്മീഷൻ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലേക്ക് അതിനെ എത്തിക്കുക എന്ന ചുമതലകളിലേക്കാണ് കിടക്കേണ്ടത്. നമുക്ക് മെയ്യിൽ തന്നെ കമ്മീഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. എല്ലാവരും ഇപ്പം ഞാൻ ഇപ്പോഴൊന്നുകൊണ്ടത് പറയുന്നത് ശരിയല്ല. ഞാൻ പോയി ഒന്ന് പരിശോധിച്ചിട്ട് ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രി എന്താണെന്ന് പറഞ്ഞിരുന്നത് അത് നടപ്പാക്കാൻ ശ്രമിക്കും. ഇങ്ങനൊരു വകുപ്പ് മാറ്റം പ്രതീക്ഷിച്ചിരുന്നതാണോ? ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വരുമ്പോഴാണ് പെട്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഇത് തീരുമാനിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ. ഈ വിഴിഞ്ഞം തുറമുഖം പറയുമ്പോൾ നേരത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു തുറമുഖമാണ്. അപ്പോൾ ഇപ്പോഴും ആ പ്രശ്നങ്ങളൊന്നും പൂർണ്ണമായിട്ട് പരിഹരിച്ച് കഴിഞ്ഞിട്ടില്ല. അതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ? എന്ത് വെല്ലുവിളി വന്നാലും അതിനെ നേരിടാൻ കരുത്തും കർമ്മശേഷിയുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അതാണ് പിണറായി വിജയൻ സർക്കാർ. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയുന്നു. പറയുന്നത് നടപ്പിലാക്കുകയും നടപ്പിലാക്കാൻ കഴിയുന്ന മാത്രം പറയുകയും ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ്. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അടക്കം കുറച്ച് തുക ഇനിയും അദാനി ഗ്രൂപ്പിനടക്കം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ വേണ്ടിയുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കും? ആ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി ഹഡ്കോയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന സഹകരണ വകുപ്പിൽ സർപ്ലസ് ഫണ്ടുള്ള വകുപ്പാണ്. അതിന് അത്യാവശ്യം ഏതെങ്കിലും ആവശ്യമുള്ള സർപ്ലസ് ഫണ്ട് ഒരു കൺസോർഷ്യം രൂപീകരിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ട് സിയാൽ മോഡൽ ഉണ്ടായി. സഹകരണ വകുപ്പാണ് അതിന് അന്ന് ലോൺ കൊടുത്തത്. വലിയൊരു ഫണ്ട് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നേരത്തെ സഹകരണ വകുപ്പിന്റെ ഇതുപോലെ ഒരു കൺസോർഷ്യം രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു. അല്ല, ഒരു ആവശ്യമാണെങ്കിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വേറെ ഹഡ്കോ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നുണ്ട്. കാരണം സഹകരണ വകുപ്പിൽ സർപ്ലസ് ഫണ്ട് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ലോൺ ഏണിങ് അസറ്റ്സാണ്. അപ്പോൾ വരുമാനേതര ആസ്തി കൂടിയാൽ എപ്പോഴും സഹകരണ വകുപ്പിന് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ ഗോശ്രീ പാലം എടുത്തു എറണാകുളം. സഹകരണ വകുപ്പാണ് അതിന് പണം അന്ന് ലോൺ അനുവദിച്ചത്. സിയാൽ മോഡലുള്ള കമ്പനി രൂപീകരിച്ച് എയർപോർട്ടിന് ലോൺ കൊടുത്തത് സഹകരണ മേഖലയാണ്. അപ്പോൾ സഹകരണ മേഖലയുടെ സഹായത്തോടുകൂടി എത്രയോ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു. ഇവിടെ ഈ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നാലും വായ്പ കൊടുക്കാനും തിരിച്ച് കൃത്യമായി റീപേയിങ് കപ്പാസിറ്റി ഉള്ളതിനെ കൊടുക്കുന്നുണ്ടെന്ന കുഴപ്പം. ഇതുപോലുള്ള റോട്ടിന് കൊടുത്താൽ എത്രയോ പെട്ടെന്ന് റീപേയ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സർപ്ലസ് ഫണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ അത് നോൺ ഏണിങ് അസറ്റ്സ് ആക്കി കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാതെ അത് ലാഭകരമായി വിനിയോഗിക്കുക എന്ന പ്രവൃത്തി കൂടി ബിസിനസ്സാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുന്ന കാഴ്ചപ്പാടും അതിനകത്ത് വളർന്നു വരും, സംശയമൊന്നും വേണ്ട. അവസാന ഒരു ചോദ്യം. ഈ പലപ്പോഴായിട്ട് പ്രവാസികൾ സ്വപ്നം കണ്ടതാണ് ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ. അതിൻ്റെ തുടക്കം നേരത്തെ മന്ത്രി കുറച്ച് ശ്രമമൊക്കെ നടത്തിയിരുന്നു. അപ്പം അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? നിശ്ചയമായിട്ടും അതിന് സാധ്യതയുണ്ടോ എന്ന് പെട്ടെന്ന് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായി ഇപ്പം ഞാൻ കയറി വർത്തമാനം പറയാത്തത്. ആ വിഷയം പഠിച്ചില്ല. അത് പഠിച്ചതിന് ശേഷം അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കും. ന്യായമായ കാര്യമാണ് ആ ആശയം. പ്രവാസികളെ സംബന്ധിച്ചോളം ഇപ്പോൾ വലിയ രൂപത്തിൽ ഓരോ ഘട്ടത്തിലും സീസൺ വരുമ്പോൾ വലിയ എമൗണ്ടാണ് വിമാനക്കൂലി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ അവിടുന്ന് നമ്മുടെ നാടിനെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുകയും സമ്പത്ത് ഇവിടെ കൊണ്ട് തരികയും ചെയ്യുന്ന കൂട്ടരെ സംരക്ഷിക്കാനും സഹായിക്കാനും ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ആ രൂപത്തിൽ തന്നെ അത് പരിശ്രമിക്കും. നന്ദി മിസ്റ്റർ. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സിജോ സുധാകരനോടൊപ്പം RB സനൂപ്, മീഡിയ 1.